ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 35-36 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 35-36 വാക്യങ്ങൾ വായിച്ചേക്കാം. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു അപ്പ എന്താണ്? ജീവൻ നൽകുന്ന വചനമാണ്. ജീവൻ നൽകുന്ന വചനമാണ്. ഈ സുവിശേഷങ്ങൾ യേശു അപ്പ ആരാണെന്നുള്ള വെളിപ്പെടുത്തലുകൾ ഒരുപാട് ഭാഗത്തുണ്ട്. ഹല്ലേലൂയ. ജീവൻ നൽകുന്ന വചനമാണ്. അവൻ മശിഹയാണ്. അവൻ വെളിച്ചമാണ്. ഈ ലോകത്തിന്റെ വെളിച്ചമാണ് അവൻ. ഹല്ലേലൂയ. ഇരുട്ടിന് അവനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് നിലനിൽക്കാൻ കഴിയത്തില്ല. അവൻ ആടുകളുടെ ഇടയനാകുന്നു. സ്തോത്രം. കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. യേശു സർവരുടെയും ദൈവമാകുന്നു. ആ 4-ാം അധ്യായമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ശമരിയ സ്ത്രീയെ കാത്ത് യേശു അവിടെ നോക്കിയിരിക്കുക. ശമരിയ സ്ത്രീയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവൾ ആ കാര്യങ്ങളൊക്കെ കേട്ട് അവളോടുള്ള വെളിപ്പാടൊക്കെ ആ കർത്താവ് കൊടുത്തു. അവൾ എന്ത് ചെയ്യണം? നേരെ ഒറ്റ ഓട്ടമാണ് ശമരിയ പട്ടണത്തിലോട്ട്. ശമരിയരെല്ലാം കൂടെ യേശുവിനെ കാണാൻ കൂടി വരും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? മശിഹ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ വസ്തുതയെ ചോദിക്കുക. കർത്താവ് നിന്നോട് സംസാരിക്കുന്ന ഞാൻ മശിഹ. പിന്നെ അവിടെ പിടിച്ചിരിക്കാൻ കഴിയില്ല. അവിടെ എന്ത് ചെയ്തു? ശമരിയ പട്ടണത്തിലുള്ള മുഴുവൻ പേര്, നാളിതുവരെ ഞാൻ ചെയ്ത സകലവും എന്നോട് വിളിച്ചു പറഞ്ഞവൻ അവനെ വന്ന് നിങ്ങൾ കാണുകയും. അതാ സാക്ഷ്യം. കേട്ടോ? ഇവിടെ ഒന്നും പറയില്ല. ചെറുപ്പത്തിലെ ഇങ്ങനൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് ജീവിച്ചതാണ്, എന്നിട്ട് കർത്താവിനെ വിടുതൽ നൽകിയെന്നൊക്കെ പറഞ്ഞ് പറയാൻ നിങ്ങൾക്ക് നാണമില്ല. സ്വതന്ത്രം. നാളെ വരെ ഒരു തെറ്റുപോലും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. നല്ല കാര്യം. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാനൊക്കെ ഒത്തിരി തെറ്റ് ചെയ്തത്. ഏറെ കിളച്ച് കിട്ടിയവന് ഏറെ സന്തോഷം കിട്ടും. അവന്റെ തുള്ളിച്ചാട്ടവും ചിരിയും അവന്റെ ആഹ്ലാദവും ഒക്കെ ഭയങ്കരമായിരിക്കും. കാരണം ഇളച്ചു കിട്ടാൻ യാതൊരു വഴിയുള്ളവനല്ല. ഹല്ലേലൂയ. ഇവിടെ വാക്കി നിന്നിട്ട് അവിടെ സകലരും ഒന്നിച്ചുകൂടി. അതിനൊരു മുന്നോട്ട് എന്ന് പറയുന്നത്, ഞങ്ങളുടെ കൂടെ പാർക്കേണ്ടത്, ഞങ്ങളുടെ കൂടെ ഒന്നും പാർക്കേണ്ടത്. യേശു ഒക്കെ ശമരിയക്കാരോട് താമസിച്ചു. പിന്നെ അവർ പറയുകയാണ്, നീ പറഞ്ഞിട്ടല്ല, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു. സ്തോത്രം. മറ്റേ നീ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ ഓടി വന്നത്. നിന്റെ വാക്ക് കേട്ടാ ഞങ്ങൾ വന്നത്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ നേരിട്ടാരെ കണ്ടിരിക്കുന്നു? മശിഹയെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹൂദ പ്രമാണത്തിന്, യഹൂദ മതത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജനവിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന യേശു. അവർ കൂടെ വസിച്ച കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിനെ പറ്റി ഒരു ഡെഫിനിഷൻ ഇസ്രായേൽ ജനം പറയുന്നത്. എന്താ പറയുന്നത്? ഇവൻ പാപികളുടെ സുഹൃത്താണ്. പാപികളുടെയും ചുങ്കക്കാരുടെയും സുഹൃത്തായ യേശുവപ്പ. ആ യേശുവപ്പ എന്റെ അപ്പ. അതുകൊണ്ടാണ് എന്റെ ശുശ്രൂഷയ്ക്ക് വ്യത്യസ്തത ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. വെള്ള തേച്ച് നിൽക്കുന്ന, അല്ലെ വെള്ള അടിച്ച് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ വെള്ള ഇട്ടിങ്ങനെ ഞാനാണ് വിശുദ്ധൻ, ഇനിയും വെള്ളം കൂടെ ഒന്ന് ചുറ്റാനുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. സമൂഹം. ആ സമൂഹം ഒന്നടങ്കം നിന്ന് ചില ചോദ്യങ്ങൾ യേശുവിന്റെ മുമ്പിൽ ഉയർന്നു പോകും. യഹൂദ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യേശു പറയുന്ന വാക്കുണ്ട്. എന്താണെന്നറിയോ? പരീക്ഷന്മാരുടെ പുളിച്ച മാവ് നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടു. ശിശുമാർ കൂടിയിട്ട് എന്തെന്നറിയോ? എടാ, 5 അപ്പം വാഴ്ത്തി നുറുക്കി ഒത്തിരി അധികം വന്നായിരുന്നു, അത് നമ്മൾ തിരിച്ച് കൊണ്ടുപോകുന്നില്ല. അതാവോ പറയുന്നത്. ഏതാ? അപ്പം സൂക്ഷിച്ചുകൊള്ളാൻ. അവർ വിചാരിച്ചു വാഴ്ത്തി ബാലൻസ് വന്ന അപ്പത്തെ പറ്റിയാണ്. അല്ലേ? അവർ ഈ അപ്പത്തിന്റെ കാര്യം മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ. യേശു പറഞ്ഞ എന്താ? ഇവന്റെയൊക്കെ വാക്കിനെ സൂക്ഷിച്ചു കൊള്ളുക. ഇവർ പുറമെയുള്ള കിണ്ണികിണ്ണങ്ങളുടെ പുറമെയുള്ള ഭാഗം എന്ത് ചെയ്യുന്നു?
നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെയൊക്കെ അകം ജീർണതയാണ്. ഇതിനോട്ടൊന്നും കടന്നിടാൻ പറ്റാത്ത ജീർണതയാണ്. മത്സരബുദ്ധി, അധികാരവും വേണ്ടാത്ത എല്ലാ സംഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ജീർണത. കർത്താവ് ഒറ്റയടിക്ക് അവരെ പറയുകയാണ്, നിങ്ങൾ വെള്ളതേറ്റ ശവക്കല്ലറകളത്രേ. ഇതാ എന്റെ അമ്മയുടെ ശുശ്രൂഷ. ഇന്നും ആത്മമണ്ഡലം അങ്ങനെയായി മാറണമെന്ന്, പരിശുദ്ധത്തിന്റെ പ്രമാണത്വത്തിന്റെ വലിയൊരു മൂടുപടത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജുഡായിസം, യൂതമതത്തിന്റെ തത്വം ക്രിസ്ത്യാനികളിലേക്ക് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്ന കുറെ തിയോളജിയൻസ് ഉണ്ട്, കുറെ വേദപണ്ഡിത ശാസ്ത്രജ്ഞന്മാരുണ്ട്. എന്നാൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന എന്റെ നാഥൻ ആർക്ക് പറയാൻ കഴിയുമോ അവരിലേക്ക് ഇറങ്ങി വരുന്ന എന്റെ ദൈവം, നെഞ്ചുമുട്ടി നിലവിളിക്കുന്നവരിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, പാപത്തിന്റെ ചെളിക്കുള്ളിൽ നിന്നും എനിക്ക് ആരും മോചനം തരത്തില്ലേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുന്നവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. അതത്രേ ഞാൻ സേവിക്കുന്ന എന്റെ അപ്പ. ചെറുകർത്താവിന്റെ ശക്തിയോടെ അപ്പം ഇരുട്ട് മാറി വെളിച്ചം വരുന്നു. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പൊ അസത്യമായത് മാറ്റപ്പെടുന്നു. ഞാൻ ആരാണ്? ജീവൻ നൽകുന്ന അപ്പമാണ്. ഞാൻ ജീവൻ നൽകുന്ന അപ്പമാണ്. നിങ്ങൾ എന്റെ അടുത്ത് വന്നാൽ പിന്നെ വിശക്കത്തുമില്ല, ദാഹിക്കുന്നു. നിങ്ങൾക്ക് ഹല്ലേലൂയ എന്താ ആ ഒരു ഭാഗം എടുത്ത് നോക്കി എത്ര സമ്പത്ത് കുമിഞ്ഞുകൂടിയാൽ വലിയ വലിയ സമ്പന്നന്മാരായി വളരെ സന്തോഷം ജീവിക്കുന്ന നമ്മൾ പല വ്യക്തികളോടും ഒരു അടുത്ത് ഇടപെടാൻ പലപ്പോഴും എന്റെ ജീവിതത്തിൽ അവസരം ലഭിച്ചിട്ടുണ്ട്. നീറുന്ന പുകയുന്ന വേദനയുടെ പാണ്ടക്കെട്ട് പലപ്പോഴും അവർ അഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത്രയും പ്രയാസങ്ങളെ ഒതുക്കി വെച്ചുകൊണ്ടാണോ, ഇത്രയും ദുഃഖങ്ങളെ ഒളിച്ചു വെച്ചുകൊണ്ടാണോ ഇവരൊക്കെ സന്തോഷത്തിന്റെ നെറുകയിലാണെന്ന്? എന്നാൽ ഒന്നുമില്ലാത്ത പാവ പിടിച്ചതിന്റെ വീട്ടിൽ ഞാൻ കയറി ചെന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിക്കാനൊരു മുളകൊക്കെ ഞെരടി പിള്ളേരോട് പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ചിട്ട് അതങ്ങനെ ഞെരടി കഴിക്കുന്ന സന്തോഷത്തോടെ കഴിക്കുന്ന കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് പരിഭവമില്ല, പരാതികളില്ല, ദുഃഖങ്ങളില്ല, വേദനകളില്ല, അകത്ത് രോഗത്തിന്റെ നിലവിളി ഉയരുന്നില്ല. അങ്ങനെ കഞ്ഞി കുടിച്ചും പഴകഞ്ഞി കുടിച്ചും ഒക്കെ ജീവിച്ച പല ഇല്ലായ്മകളുടെ ഭവനങ്ങൾ ഇന്ന് ഇതെങ്ങനെ ഇങ്ങനായെന്ന് ലോകം പറയുന്ന തരത്തിലേക്ക് ദൈവം ഉയർത്തി മാനിക്കുകയും ചെയ്തു. മറ്റതെല്ലാം സമൃദ്ധിയുണ്ട്, പക്ഷെ എന്തില്ല? എന്തോന്നില്ല, സമാധാനമില്ലെന്ന് പറയുന്നു. അപ്പൊ ഈ സമാധാനം വരണമെങ്കിൽ ജീവന്റെ അപ്പം നമ്മൾ ഭക്ഷിക്കണം. ജീവന്റെ അപ്പം നമ്മൾ ഭക്ഷിച്ചാൽ ഹല്ലേലൂയ, പിന്നെ നമ്മുടെ അകത്തൊരു എംപ്റ്റിനെസ്, ശൂന്യം ആയ ഒരു എന്താ എന്റെ ഭാഗം ശൂന്യമാണെന്ന് പറയുവാൻ പറ്റാത്ത ലെവലിൽ നമ്മൾ ഫിൽഡ് ആയി മാറണം. മനസ്സിലാക്കി കർത്താവിനെ ശ്രദ്ധിച്ചാൽ അതിന്റെ അധ്യായത്തിന് 41, 42 മുതൽ 44 വരെയുള്ള വാക്യം, 41 മുതൽ 44 വരെ വായിച്ചിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്നവൻ പറഞ്ഞതിന് യഹൂദന്മാർക്ക് ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ? യഹൂദന്മാരുടെ മുമ്പിൽ നിന്ന് യേശു പറയാണ്, ഞാൻ ആരാണ്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. എന്തൊരു ദൈവദൂഷണമാണ് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പോ, ഇവന്റെ അപ്പനും ഇവന്റെ അമ്മയും ആരാ നമുക്കറിയില്ലേ? അല്ലേ? ഇവരെന്തോ പറയുന്നത്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പോ. സ്തോത്രം. യോസേഫ് എന്ന ആശാരിക്കുണ്ടായ സന്തതിയായിരിക്കും അന്നൊക്കെ നമ്മൾ പറയുന്നു. എന്നാൽ മറ്റൊരു കഥയും കേൾക്കുന്നില്ലേ? അവന്റേതല്ല ഇതൊന്നും. അങ്ങനെ എന്തൊരു അപവാദങ്ങൾ നിറയപ്പെട്ട ഈ ചെറുപ്പക്കാരൻ പൈതുന്നുണ്ട്. എന്തോ പറയും? ഇവന്റെ അമ്മ മറിയ നമുക്കറിയാം, ഇവന്റെ സഹോദരനെ നമുക്കറിയാം. ഇവനെന്തോ പറയുന്നത്? സ്വർഗത്തിൽ ഇറങ്ങി വന്നു അപ്പോ അവൻ പുഴുകിടുത്തു. സ്തോത്രം. ബാക്കി വായിച്ചാട്ടെ. ഇവൻ യോസേഫിന്റെ പുത്രനായ യേശു അല്ലയോ? അതൊരു ഐഡന്റിറ്റിയാണ്. സ്തോത്രം. ഇപ്പൊ നിങ്ങളൊരു പ്രവർത്തി ചെയ്യുവാണെങ്കിൽ ഒരു ദൈവനാമത്തിൽ ഒരു ഭവനത്തോട് ചെല്ലും,
എന്റെ ഭാഷയെ പറഞ്ഞ് ഇന്നലെ വരെ സിന്താവ വിളിച്ച് നടന്ന് ദൈവമില്ല എന്ന് വാദിച്ചു നടന്നു, ദൈവമില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് നടന്ന് ഞാൻ ഒരു വീട്ടിൽ കയറി ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ ഭവനത്തിൽ കയറി. ഞങ്ങളുടെ ദേശം ഒരു പയ്യനൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നതാണ്. ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഭവനത്തിലുള്ള രഹസ്യമായിട്ട് പറഞ്ഞു വലിയ പ്രശ്നമായി. എന്താ ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിലെ ആൾക്കാർ വന്ന് ഞങ്ങൾ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളായിരിക്കുന്ന സമൂഹങ്ങൾ ഞാനും എല്ലാം താങ്ങുമായിരുന്നല്ലോ നേരത്തെ, അതൊക്കെ ആയിരിക്കും. പക്ഷെ വന്ന് പറഞ്ഞു ഇന്നലെ വരെ സിന്താവ് പറഞ്ഞ് ദൈവമില്ലെന്ന് പറഞ്ഞ് സ്തോത്രം ഞായറാഴ്ചകളിൽ പോലും ഭവനത്തിൽ പലതിന്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാർ വന്നും കയറി ഇറങ്ങി കിടന്ന അവന്റെ ഭവനത്തിൽ ആ വ്യക്തി നിന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച അത്ഭുതം നടന്നു പറഞ്ഞാൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അവൻ ആ കല്ലുകളിലെ തങ്കച്ചന്റെ മോനെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. നിങ്ങൾക്കൊക്കെ കാണാനില്ല അങ്ങനെയുള്ള ഐഡന്റിറ്റി. ഇന്ന വീട്ടിലെ ഇന്നാളെ മോനല്ല, ഇവനൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് ഇത് തന്നെ ലോകം കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ഐഡന്റിറ്റി എന്ത് തന്നെയായാലും അതിനെ പൊട്ടിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്റെ കുടുംബ പേരല്ല എന്നെ ഉയർത്തിയത്, എന്റെ അപ്പന്റെ പേരല്ല എന്നെ ഉയർത്തിയത്, എന്റെ യേശുവിന്റെ നാമമാണ് എന്നെ ഉയർത്തിയെന്ന് പറയുമ്പോൾ എന്റെ കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനാണ് കുലഹീനമായതിനും ബലഹീനമായതിനും പറയാൻ യോഗ്യതയില്ലാത്തതിനെ ദൈവമെന്ന് പറഞ്ഞു നടന്നതിനൊക്കെ ദൈവം ചെയ്തത് പിടിച്ച് ബുക്കിൽ ചില കുലമുള്ളവന്മാരെ ലജ്ജിപ്പിക്കുന്നതിന് വേണ്ടി. മനസ്സിലാക്കി കർത്താവിനെ ശക്തിയോടെ ശ്രദ്ധിച്ചു. ഇവന്റെ അപ്പൻ യോസഫ് വാക്യം വായിച്ചാണ് അവന്റെ അപ്പനെ അമ്മയും നാം അറിയുന്നുവല്ലോ, പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെ? യേശു അവരുടെ ഉത്തരം പറഞ്ഞത് നിങ്ങൾ തമ്മിൽ കൊടുക്കണ്ട, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും, കേട്ടോ, ചുമ്മാതൊന്നും അങ്ങനെ വന്നതല്ല. പിതാവ് ആകർഷിച്ചിട്ടാണ് പുത്രന്റെ അടുത്ത് നിങ്ങൾ വന്നത്. എന്റെ അടുത്ത് വരണമെങ്കിൽ പിതാവിന്റെ ഒരു ആകർഷണം നിങ്ങളുടെ മേൽ ഉണ്ടാകണം. ഒരാമയും പറഞ്ഞാണ് വായിച്ചാണ് ഒന്നും വായിച്ചാണ്. അല്ലാതെ ആർക്കും എന്റെ അടുത്ത് വരാൻ കഴിയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ എല്ലാവരും ദൈവത്താൽ എഴുതിയിരിക്കുന്നു. എത്രാമത്തെ വാക്യം വായിച്ചേ? 44 വരെ വായിച്ചാൽ മതി. 44 വരെ വായിച്ചു. എന്നതിന്റെ 49 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചു വരുന്നു. കേട്ടോ, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ. നമ്മുടെ പ്രസംഗ വിഷയം പറയാറുണ്ടോ? മരുഭൂമിയുടെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും നിശ്ചയം. അല്ലേ? കേൾക്കാറില്ലേ? അങ്ങനെ പ്രസംഗം കേൾക്കാറില്ലേ? മരുഭൂമി ഉണ്ടോ അവിടെ മഞ്ഞ നിങ്ങൾക്ക് തരും. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ റബ്ബിഷായിട്ടുള്ള സംഭവങ്ങളെയൊക്കെ ചെവി കൊടുക്കാതിരിക്കുക. മരുഭൂമിയാണോ തീക്കനലാണോ ചുട്ടുകൊള്ളുന്ന അനുഭവമാണോ അതിനകത്ത് നിന്നെ കംഫോർട്ട് സോണിലൂടെ നടത്തുവാൻ കഴിവുള്ളവന്റെ വ്യാപാരത്തെ പറ്റി ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് മരുഭൂമിയിൽ മന്ന കിട്ടി. മന്ന കഴിച്ചിട്ടും നിങ്ങൾ എന്ത് ചെയ്തു? മന്ന ഭൂമിയിൽ ഉണ്ടാക്കിയെടുത്ത അപ്പൊന്നും അല്ലല്ലോ, വെളിയിൽ നിന്നും പെയ്ത ഇറങ്ങുകയല്ലായിരുന്നു. ഇതെല്ലാം പെറുക്കി തിന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്തു? തിന്നവരെല്ലാം കൂടെ വാഗ്ദത്ത ദേശത്ത് പോലും എത്തി. ഹല്ലേലൂയ. ബാക്കി വായിച്ചാണ്. തിന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. കേട്ടോ, മരുഭൂമിയിൽ മന്ന നിങ്ങൾക്ക് കിട്ടി. തിന്നവരാരും ഇപ്പോഴില്ല, അവരെല്ലാം മരിച്ചു. അവർക്ക് വാഗ്ദത്ത ദേശത്തെ പോലും പ്രാപിക്കാൻ കഴിയില്ല. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന എന്നെ തിന്നാൻ മരണത്തിന് നിന്നെ കീഴടക്കാൻ പറ്റത്തില്ല. ഈ വാക്യം വിളിക്കുമ്പോഴാ
പിശാച് ഉമ്മാക്കി കാണിച്ചുകൊണ്ട് വരുന്നത്. ഞങ്ങൾ മരണത്തെ ഭയക്കാത്തൊരു ഗണമാണ്. എന്താണ് ഇത്ര ധൈര്യം? അതിന്റെ പിന്നിലെ വസ്തുത മരണത്തെ ഭയമില്ല. ഞങ്ങൾ ഒരിക്കൽ മരിച്ചതാണ്, ഒരിക്കൽ അടക്കപ്പെട്ടതാണ്, ഒരിക്കൽ അവന്റെ കൂടെ അവന്റെ ഉയർപ്പിനോട് ഞങ്ങൾ ഒന്നിച്ച് ചേർന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചുയർത്തെഴുന്നേറ്റവന്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് മരണശക്തികളെ ഭയപ്പെടുന്നില്ല. ജീവന്റെയും മരണത്തിന്റെയും അധികാരം വഹിക്കുന്നവൻ എന്റെ അപ്പയായതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഒരു ശക്തിയെ ഭയപ്പെടുന്നില്ല. ഹല്ലേലൂയ. വായിച്ചാട്ടെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. യേശു പറയാ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവരെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. യഹൂദന്മാരുടെ കൺട്രോൾ ഒരു ടേമാണ് എന്ന് പറഞ്ഞ എന്റെ മാംസം നിങ്ങൾ തിന്നുകയും എന്റെ രക്തം നിങ്ങൾ കുടിക്കുകയും ചെയ്യും. അവർക്ക് ടോളറേറ്റ് പറ്റില്ല. എന്തൊരു ദൈവവിരോധമായ ദൈവദൂഷണമാണ് പറയുന്നത്. ഇവനെ തിന്നുകയും ഇവനെ കുടിക്കുകയും ചെയ്യാറ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 53 വാക്യം വായിച്ചാണ് യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. കേട്ടോ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളുടെ അകത്ത് ജീവൻ വ്യാപരിക്കണമെങ്കിൽ എന്തുണ്ടാകണം? എന്നെ തിന്നുകയും എന്നെ കുടിക്കുകയും ചെയ്യണം. എങ്കിലേ നിങ്ങളുടെ അകത്ത് ജീവനുള്ളൂ. ഹല്ലേലൂയ. ബാക്കി വായിച്ചാട്ടെ. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് അവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാപഞ്ചിക പ്രാമാണിക നിയമങ്ങളിൽ നിന്നുകൊണ്ട് ഇപ്പോഴും ദൈവവചനത്തെ തെറ്റായ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്ത് യഹൂദ മതത്തിന്റെ ആശയങ്ങളെ യേശുവിന്റെ പേരിൽ അതിന് പഴയ കുപ്പിക്കകത്ത് പഴയ ഭരണിക്കകത്തിരുന്നതിനെ പുതിയ ഭരണിയിലേക്ക് പകരാൻ ശ്രമിക്കുന്ന ഒരുപാടെണ്ണം എന്നെ ഇന്റർനെറ്റ് മുഖാന്തരം കേൾക്കുന്നുണ്ട്. യേശുവയുടെ നാമത്തിൽ വിളിച്ചു പറയുന്നു, ജീവൻ നിന്റെ അകത്ത് വസിക്കണമെങ്കിൽ എന്റെ അപ്പയെ തിന്നുകയും എന്റെ അപ്പയെ കുടിക്കുകയും ചെയ്യണം. അവന്റെ മാംസവും അവന്റെ രക്തവും മുഖാന്തരം ഹല്ലേലൂയ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്. നിത്യജീവൻ പ്രാപിക്കാൻ, നിത്യജീവൻ നേടണമെങ്കിൽ അതിന് ചില കടമകളുണ്ട്. കടമകൾ സ്റ്റെപ്പായി നിന്നെ ചിലതിലൂടെ കടത്തി വിടുന്ന ചിന്തകളും കാഴ്ചപ്പാടുകളും ഇന്ന് ഗുഡ് ബൈ പറഞ്ഞാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകട്ടെ, അവൻ നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തുന്നു. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഞാൻ നിത്യജീവനുണ്ട്. ഞാൻ അന്ത്യനാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും. മരിച്ചാൽ നീതിയും ഉയർക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. കേട്ടോ, വലിയൊരു ബന്ധമാണ് ഈ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയാണ്, ഒരു ബന്ധത്തെ പറ്റിയാണ്. ഒരപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണ് ഈ ബൈബിളിന്റെ അടിസ്ഥാന ഉപദേശം. ഞാനും എൻ്റെ പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾ ഒന്നാകേണ്ടതില്ല. എങ്ങനെ ഒന്നാകുന്നത്? എൻ്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലുമായിരിക്കും. എവിടെ ഇരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 56-ാമത്തെ വാക്യം മനസ്സിലാക്കി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 57 ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവും മൂലം ജീവിപ്പിക്കുന്നത് പോലെ
എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. കേട്ടോ, ഞാൻ ഈ ഭവമണ്ഡലത്തിൽ വന്നു, ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചു. ഞാൻ അടക്കപ്പെടേണ്ടതുണ്ട്, ക്രൂശിക്കപ്പെടേണ്ടതുണ്ട്, അടക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ എന്നെ എന്റെ പിതാവ് ഉയർപ്പിക്കുന്നത് പോലെ നിങ്ങളെയും അവൻ ഉയർപ്പിക്കും. എങ്ങനെ? എന്ത് മുഖാന്തരം? എന്റെ മാംസവും എന്റെ രക്തവും മുഖാന്തരം. ഹല്ലേലൂയ. 58-ാം വാക്യം, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതാകുന്നതാണ് ചില ടെൻഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഹല്ലേലൂയ. എന്താ ഇതാന്ന് പറയുന്നത്? അർത്ഥം എന്റെ മാംസവും എന്റെ രക്തവും അതാകുന്നത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നവൻ എന്നേക്കും ജീവിക്കും. ആമേൻ. എന്നേക്കും ജീവിക്കും. രാമി പറഞ്ഞാട്ട് ചേർന്ന് ശക്തിയോടെ ശ്രദ്ധിച്ചാട്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ ഒരു ഭാഗം ഇപ്രകാരം, ഏത് ഭാഗം അറിയാമോ? സങ്കീർത്തനത്തിൽ ഒരു ഭാഗമുണ്ട്. എന്താണ്? എന്റെ ഇടതും വലതും 1000, ബാക്കി പറഞ്ഞാൽ 10,000 വീണാലും അത് എന്നോട് അടുത്തു വരുത്തില്ല. പിന്നെ അവൻ എന്നോട് പറ്റിയിരിക്കാൻ. അതിന്റെ അധ്യായത്തിന്റെ ലാസ്റ്റ് എങ്ങനെ അറിയാവോ? അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യം എങ്ങനെ അറിയാവോ? 95-ന്റെ ലാസ്റ്റ്. കടപ്പാടം പഠിച്ച് ഒരുപാട് ബൈബിൾ മനഃപ്പാടമാക്കി ഒത്തിരി കാലങ്ങളെ ജീവിച്ചതല്ലേ. പ്രായോഗിക മണ്ഡലത്തിൽ കൊണ്ടുവരണം. വാക്യം പ്രതിവാക്യമായി വായിക്കുന്നതിലോ അല്ലെ മനഃപ്പാട വാക്യം ഇങ്ങനെ സംഗ്രഹിച്ച് എനിക്ക് നീന്റെ വാക്യം അറിയാതെ പറയുന്നതല്ല, പ്രായോഗിക മണ്ഡലത്തിൽ കൊണ്ടുവരണം. ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണ്. എന്താ അതിന്റെ കാരണം? ഞാൻ അവന്റെ മാംസം തിന്നു, അവന്റെ രക്തം കുടിച്ചു. അതുകൊണ്ട് തന്നെ ദീർഘായുസ് കൊണ്ട് 91-ന്റെ അവസാനത്തോട് കണക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ദീർഘായുസ് കൊണ്ട് അത് വാക്യം എടുത്തേ. സംശയ വാക്കുകൾ 91 സംഘത്തിലൊന്നും എടുത്തേ. അതിന്റെ ലാസ്റ്റ് വാക്യം നിങ്ങൾക്ക് വായിച്ചു. ദീർഘായുസ് കൊണ്ട് എടുത്തു വായിക്കാം. ചുമ്മാ വിളിച്ചു പറയല്ല. വായിച്ചാട്ട് എല്ലാവരും പറയാം. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. അല്പായുസല്ലേ, എന്തോ കീടാണുക്കൾ, എന്തോ രോഗാണുക്കൾ, എന്തോ രോഗബന്ധം ശക്തിപ്പെട്ടു വന്നാലും, ഏതൊക്കെ സംഘങ്ങളും ഏതൊക്കെ സംഘടനാ ശക്തികൾ ബലപ്പെട്ടു വന്നാലും, വാളിനും വടിക്കും ഒതുക്കാത്ത, ഹല്ലേലൂയ, ആയുധങ്ങൾക്ക് തകർക്കാൻ പറ്റാത്ത, ഹല്ലേലൂയ, രോഗാണുക്കൾക്ക് ഒതുക്കാൻ പറ്റാത്ത, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തടഞ്ഞു വെക്കാൻ പറ്റാത്ത ഒരു ഗണമായി നിങ്ങൾ മാറ്റപ്പെടട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രഖ്യാപിക്കാൻ കഴിവുണ്ടാകണം. ഹല്ലേലൂയ. അവന്റെ മാംസവും അവന്റെ രക്തവും എന്നെ നയിക്കുന്നു. ഹല്ലേലൂയ. നല്ല ശക്തികൾക്ക് എന്റെ മേൽ സേവനങ്ങൾ കഴിയത്തില്ല. നിന്റെ സേവനങ്ങളെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗം കാണുമ്പോൾ കോംപ്രമൈസ് ചെയ്യരുത്. കൈക്കൊരു തരിപ്പ് ദൈവദാസനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചേക്കാം. നല്ല കാര്യം. എല്ലാഴ്ചയും പ്രാർത്ഥിക്കാൻ വലുതീരണം. യേശുവിന്റെ നാമത്തിൽ എന്റെ കൈയുടെ തരിപ്പ് വിട്ടുമാറട്ടെ, എന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് സ്വയം പറയാൻ ഒരു ആർജവത്വം ഉണ്ടാകട്ടെ. നീ ഇരിക്കുന്ന വീടിനകത്ത്, നീ ആയിരിക്കുന്ന ഭവനത്തിനകത്ത്, നീ ആയിരിക്കുന്ന ഓഫീസ് മുറിക്കകത്ത് അവന്റെ കൃപയുടെ വ്യാപാരം മഴ പെയ്തിറങ്ങുന്നത് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഓഫീസ് റൂമിൽ ഇരുന്ന് വയ്യാമെന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കൈ പൊക്കുന്നില്ല. സ്വന്തക്കാരും ബന്ധക്കാരും പറയും, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ കൂടെയുള്ള കോവർക്കേഴ്സ് പറയും, എന്ത് പറയും? അയ്യോ, ഇതുപോലെ ഇന്നാര് തളർന്നു പോയത്, ഇങ്ങനെ ചെറിയൊരു വേദന വന്ന ഒന്ന് ചിരിച്ചേക്കണം. എന്ത് പറയണം? യേശുവിന്റെ നാമത്തിൽ എന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു, പൊക്കാൻ പറ്റാത്ത കൈ പൊങ്ങും. സൗഖ്യം കണ്ട ആ ഓഫീസിനോട് വിളിച്ചു പറയും, ഇവൻ സാക്ഷാൽ ദൈവത്തിന്റെ അംബാസിഡറാണ്. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിക്കാൻ നിന്നെ വിളിക്കും. ഹല്ലേലൂയ. ആ ഒരു തലത്തിലേക്ക് നിന്റെ ജീവിതം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മറച്ചു വെക്കരുത് ഐഡന്റിറ്റി. ഇന്നടത്തെ ഇന്നാറ വീട്ടിലെ, ഇന്ന കുടുംബത്തിലെ ഇന്നാറ മോൻ ഇന്നാറ മോളെന്നുള്ള ആ ഐഡന്റിറ്റി അല്ല ഞാൻ പറയുന്നത്. സാക്ഷാൽ യേശുവിനാൽ നയിക്കപ്പെടുന്നവരെന്നും യേശു ക്രിസ്തുവിനെ ചലിക്കുന്ന ഗണത്തിലൊരു അംഗമെന്നും, ഹല്ലേലൂയ, അന്ത്യനാളിൽ
ഹല്ലേലൂയ. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ മഹത്വം ഈ ഭൂമണ്ഡലത്തിൽ ഇറക്കുന്നതിന് വേണ്ടി എന്നെയും നിന്നെയും ദൈവമാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരു ശക്തിക്കും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല, നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായ ക്രിസ്തുവിൽ നീ പൂർണ്ണനായിരിക്കുന്നു. ചിലർ കർത്താവിനെ സ്തുതിച്ചാണ്. വിശ്വാസമാണ് നിന്റെ അപൂർണതകളെ മാറ്റുന്നത്. ഈ വിശ്വാസമാണ് പാപത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ ഓടിപ്പോകുന്നത്. ഈ വിശ്വാസമാണ് അന്യായ ബന്ധനങ്ങൾ നിന്റെ കോമ്പൗണ്ട് വരാതെ ഓടിപ്പോകാനിടയാകുന്നത്. ഹല്ലേലൂയ. ഒരൊറ്റ വാക്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. യേശു അപ്പ 70 പേരെ അഭിഷേകം ചെയ്തു. ഇതൊക്കെ അറിയാം ആ വാക്യം. അഭിഷേകം ചെയ്തിട്ട് എന്താ അഭിഷേകം ചെയ്തവർ അയക്കുന്നത്? 70 പേരെ അഭിഷേകം ചെയ്തു. ഈ 70 പേരും യഹൂദന്മാരല്ല, ജാതികളിൽ 70 പേരെ തിരഞ്ഞെടുക്കുകയാണ്. സ്വാഭാവികമല്ലാത്തതിനെ തിരഞ്ഞെടുക്കുന്നു. ഇതിന് അസ്വാഭാവികമായ ചിലത് അൺയൂഷ്വൽ മിറക്കിൾസ് ചെയ്തെടുക്കേണ്ടതിന്, അസാധാരണമായ അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന് ചില അസാധാരണമായതിനൊക്കെ കർത്താവ് തിരഞ്ഞെടുത്തു. അവരെ കൊണ്ട് അനുവദിച്ച് വിടുന്ന സെന്റൻസ് ഒന്ന് കേൾക്കണം. എന്താണെന്നറിയാവോ? പാമ്പുകളെയും തീരുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക. ഇന്ന് ചുമ്മാതെ വായിച്ച മനപ്പാടമാക്കി പലതവണ ഉരുവിടുക. എന്റെ പ്രായോഗിക മണ്ഡലത്തിൽ ഇത് വരട്ടെ, എന്റെ പ്രായോഗിക മണ്ഡലത്തിൽ ഇത് വരട്ടെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, രോഗബന്ധനങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ ആശുപത്രി മുറിവിട്ട് പുറത്തു വരട്ടെ നീ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. രോഗക്കിടക്കിൽ നീ എഴുന്നേക്കാൻ കൽപ്പിച്ചാണ്. അതിനുള്ള അധികാരം എനിക്കുണ്ടോ? ഉണ്ട് എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ. നീ പറയുന്നിടത്ത് അപ്പോഴേ ശക്തി വെളിപ്പെടും. ആമേൻ. ഹല്ലേലൂയ. 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 പാപങ്ങളെ, തേടുകളെ, ശത്രുവിന്റെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അച്ഛനെയൊന്നും അല്ല കേട്ടോ, അല്പബലം. നോ, ഇപ്പൊ ശത്രുവിന്റെ ഒരു കാലഘട്ടമാണ്. ശത്രു ഇപ്പൊ കേറുന്നത് നമ്മൾ എത്ര വിചാരിച്ചിട്ടും നമ്മളതൊന്നും വിചാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊന്നും എന്നെ തൊടത്തില്ലെന്നേ, എന്റെ കോമ്പൗണ്ടിൽ വരത്തില്ലെന്നേ. തന്റെടമുണ്ടോ? പറയാൻ തന്റെടമുണ്ടോ? ഹല്ലേലൂയ. ഇതുവരെ വഴങ്ങാത്തതും ഇതുവരെ നടക്കാത്തതുമായ മന്ത്രങ്ങളിൽ ചെറുത് ചെയ്തെടുക്കുമ്പോൾ ദൈവകൃപയുടെ വ്യാപാരം നിങ്ങളുടെ ജീവിതത്തിൽ ഏർപ്പെടണം. ഭയത്തിന്റെ ആത്മാവ് മാറണം, ഭീരുത്വത്തിന്റെ ആത്മാവ് മാറണം, സുബോധത്തിന്റെ, പരിജ്ഞാനത്തിന്റെ, ധൈര്യത്തിന്റെ ആത്മാവ് കൊണ്ട് നിങ്ങൾ നിറയപ്പെടണം. ഹല്ലേലൂയ. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എന്റെ അപ്പ എനിക്ക് എസ്പെഷ്യലി അവന്റെ മാംസവും അവന്റെ രക്തവും കൈക്കൊള്ളുന്നവർക്ക്, ചുമ്മാ വഴിക്കവലെ കൂടെ പോകുന്നവരെ ആ നാമം ഉപയോഗിച്ച് അത്ഭുതം ചെയ്യുന്നു, അസാധാരണമായി നടക്കുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ യേശു പറയും, കർത്താവേ, ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കാര്യം കണ്ടു. എന്താ പാടാന്ന് നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ട് തർക്കിക്കാനും വരല്ലേ? ഇപ്പൊ വേദപണ്ഡിതന്മാർ പറയും അങ്ങനെ വാക്യം തന്നില്ല. എന്താ പാടാന്നൊരു വാക്യം എന്റെ ഭാഷയാണ്, എന്നാ വാക്യം പറയാം. കർത്താവ് അവരോട് എന്താണെന്ന് ആരായിരുന്നു? അപ്പൊ അവര് കൊടുക്കുന്ന മറുപടി, നിന്റെ നാമത്തിൽ ഞങ്ങൾ കണ്ടു. എന്താണ്? നിന്റെ നാമത്തിൽ അവിടെ ചില സൗഖ്യങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 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 അതിന് നിങ്ങൾക്കെന്താ? എനിക്ക് പ്രതികൂലമല്ലാത്തവൻ എനിക്ക് അനുകൂലമാണ്. സ്തോത്രം. ആമേൻ. കൂടെ നടക്കുന്നവന് ചെയ്യാൻ പേടിയാ. രോഗിയായിരിക്കുന്ന ഒരു കൊച്ചിന്റെ വിഷയത്തിന് ശിഷ്യന്മാരെടുത്ത് ഒരുത്തമെന്ന് പറയുക, ഒന്ന് സൗഖ്യമാക്കണം. നടന്നില്ല. ഞാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് പറഞ്ഞായിരുന്നു, പക്ഷെ അവരെ കൊണ്ട് നടന്നില്ല. യേശു സൗഖ്യമാണ്, വിടുതൽ കൽപ്പിച്ചു.
ശിശുമാർ അത്ഭുതത്തോടിരിക്കുക, ഞങ്ങൾക്ക് എന്താ പറ്റാതെ എന്ന്. അവിശ്വാസത്തിന്റെ കോട്ടകൾ ഇടിയട്ടെ, അവിശ്വാസത്തിന്റെ കോട്ടകൾ ഇടിയട്ടെ. ഒരു ബാധയും എന്റെ മേൽ അടിക്കത്തില്ലെന്ന് മാത്രമല്ല, രോഗബന്ധനങ്ങളായിരിക്കുന്നവർ, പൈശാചിക കെട്ടിലായിരിക്കുന്നവർ, ഹല്ലേലൂയ ഹല്ലേലൂയ, അവരെ മോചിപ്പിക്കുവാൻ എന്റെ ദൈവം ഈ നാളിൽ എന്നെ ഉപയോഗിക്കാൻ പോവാന്ന് എത്ര പേർക്ക് പറയുവാൻ കല്യാണമുണ്ട്? എന്റെ കർത്താവ് ചിലത് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇന്ന് ദേശം കൂടാതെ അന്യായ ബന്ധനങ്ങൾ ഈ മുഖാന്തരം കൊണ്ടുവരാൻ പോവുകയാണ്. ദേശാധിപത്യ ശക്തികളെ അടിസ്ഥാനങ്ങളെ പൊട്ടിക്കുന്നത് നടക്കാൻ പോയി. ഒരാമി പറഞ്ഞാൽ ഒന്ന് കർത്താവിന്റെ ശക്തി ചെല്ലി പറയാറുണ്ട്, ഞങ്ങളുടെ ദേശത്ത് ഇപ്പൊ ക്യാൻസർ ക്യാൻസർ ബാധിച്ചേക്കും. വിവിധ മെഡിക്കൽ ഏജൻസികൾ വന്ന് അന്വേഷണം നടത്തി എന്താണ് അതിന്റെ പ്രശ്നം, എന്താണ്, വെള്ളത്താണോ, വായുവാണോ, കഴിക്കുന്ന ആഹാരത്തിന്റെയോ, എന്താണ്, ഭയങ്കര പ്രവർത്തനം, ഭയങ്കര അന്വേഷണം. പക്ഷെ ഇതുവരെ എന്തും കിട്ടുന്നില്ല. അപ്പൊ ആത്മമണ്ഡലത്തിലൂടെ പറയും, ചില ദേശങ്ങളിൽ ചില ദേശാധിപത്യ ശക്തികളുണ്ട്, ചില വ്യാപാര ശക്തികളുണ്ട്. അയ്യോ, അവിടെ തന്നെയല്ലേ ഞാനും പാർക്കുന്നത്. എടാ, അധികാരമെടുക്കടാ, നിന്നെ ഞാൻ അവിടെ ആക്കി വെച്ചിരിക്കുന്ന അധികാരമെടുക്കാനാ, ദേശാധിപത്യ ശക്തിയുടെ ബലം പറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ. സ്തോത്രം. രോഗത്തിന്റെ വർണ്ണന നടത്താൻ അല്ലതേ. നിന്നെ ഞാൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയോടുകൂടിയ ഭൂമി. Go and preach the gospel. Hallelujah. ഇന്നൊരു സന്ദേശം പറഞ്ഞാൽ നിർത്തുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഏത് ഡിനോമിനേഷൻ ഉള്ളവരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഒരു സന്ദേശത്തെ ഞാൻ കൈമാറുകയാണ്. Go and preach the gospel. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. അരുമനാഥ യേശു, വലിയൊരു പദ്ധതി ഇന്നാളിൽ ചിലരെ കൊണ്ട് കർത്താവ് ചെയ്യിക്കാൻ പോകുന്നു. ചില മടുപ്പ് ബാധിച്ചവരൊക്കെ ശടമുളകി എണ്ണിക്കാൻ പോകുന്നു. സ്തോത്രം. നാളിലൂടെ ഞാൻ ദൈവത്തിന്റെ നാളോട് പോലും ബോധമില്ലാതെ ക്രിസ്തുവിലായിട്ടും അടന്നു നടന്ന ചിലർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. വലുത് നടക്കാൻ പോകുന്നു. സ്തോത്രം. സ്വർഗം അടിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു. സ്തോത്രം. യേശു അപ്പയുടെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് മിനിസ്ട്രി ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ പറയട്ടെ, ആ നാമത്തിനകത്ത് അധികാരമുണ്ട്, ശക്തിയുണ്ട്. പവർ ആൻഡ് അതോറിറ്റി, ശക്തിയും അധികാരവും അത് നിങ്ങളുടെ മേൽ സപ്ലൈപ്പെടേണ്ടത് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് തന്നെ സംഭവിക്കട്ടെ. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.